വിവരം കെട്ടവന്മാരെ. ഇസ്രായേലിനോടും ഇതുപോലെ നോണ്ടെന്നല്ലേ അടിവേടിക്കുന്നത്. ചൊറിയുന്നു അടിവേടിക്കുന്നു, ചൊറിയുന്നു അടിവേടിക്കുന്നു, ചൊറിയുന്നു അടിവേടിക്കുന്നു. ഇത് കൂടുതൽ ചൊറിയല്ലേ? കേട്ടോ ഷമീൻ ചാജി, നാട്ടിൽ വന്ന എന്നാ ചെയ്യുന്നു? ഈയിടാ ലെബനോന്റെ അകത്ത് കയറി അവന്റെ ആസനത്തിൽ മെസ്സേജിട്ട് പൊട്ടിക്കാൻ കഴിവുള്ളവനായി ഇസ്രായേലി. മനസ്സിലായോ? ലെബനോന്റെ ആസ്ഥാനത്ത് കയറി അവന്റെ ആസനത്തിൽ മിസൈലിട്ട് പൊട്ടിച്ചതിന്റെയാണ് ഇസ്രായേലിന്റെ കഴിവ്. ഇതുപോലെ ഹമാസിന്റെ ഇറാന്റെ ആസനത്തിൽ കയറിയിട്ട് അവന്റെ കൊതത്തിൽ മിസൈലിട്ട് പൊട്ടിച്ചതുകൊണ്ടാണ് ഇസ്മായിൽ ഹനയ്യ ഇപ്പം ഹൂറികളുടെ കൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ചെസ് കളിക്കുക. കാരണം വേറെ ഒരു കളിയും നടക്കത്തില്ല. കാരണം ഇസ്മായിൽ ഹനയ്യ വിചാരിച്ചില്ല ഇറാന്റെ ആസനത്തിൽ പോയി ഒളിച്ചത് കൊണ്ട് നമ്മുടെ മുറിയണ്ടി സേഫായിരിക്കും എന്നാണ് ഇസ്മായിൽ ഹനയ്യ ചിന്തിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇസ്രായേൽ അവന്റെ ആസനത്തിൽ ബോംബിട്ട് പൊട്ടിച്ചത് കൊണ്ട് ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുക ഹൂറികളുമായിട്ട്. ഹൂറികൾ പറഞ്ഞു വളർത്തില്ലേ, നിന്നെയൊക്കെ കാത്തിരുന്നത് വെറുതെ ആയി പോയടാന്ന് പറഞ്ഞ് ഹൂറികൾ ഇന്ന് കരയുക. അതുകൊണ്ട് നിന്റെ ഹൂറികൾക്കും കരച്ചിലിന് അവസരം കൊടുക്കല്ലേ ഷമീം ഷാജി. കേട്ടോ മക്കളെ, ചെല്ല് തരത്തിലൊക്കെ പോയിരുന്നിട്ട് കമന്റ് ഇട്ട് തള്ളി മറക്കി. കേട്ടോ, അതെ സുഡാപ്പികൾക്കെല്ലാം അതാണ് യോഗം. ജീവിക്കാൻ അറിയില്ല സുഡാപ്പികൾക്ക്. ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് സംസാരിക്കാനായിട്ട് എടാ ഇസ്രായേലിന്റെ ഒന്നുമില്ലെങ്കിലും ഇസ്രായേലിന്റെയൊക്കെ ഗുണത്തിൽപ്പെട്ടതാടാ ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടാണോടാ സംസാരിക്കുന്ന ഓളകളെ വന്നിട്ട്? ആണോ? ഞാൻ ആരാന്ന് വല്ല അറിയാം? നിങ്ങൾക്കറിയാം ഈ റീന ഫ്രാൻസിസ്, കേരളത്തിൽ നിന്നും ഇസ്രായേലിൽ പോയ റീന ഫ്രാൻസിസ്. ഇത്രയല്ലേ അറിയത്തുള്ളൂ, ഇതിൽ കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. അറിയത്തില്ലെങ്കിൽ മിണ്ടരുത് ഞാൻ ആരാണെന്ന്. ഞാൻ ഇത്രയും ധൈര്യമായിട്ട് നിന്റെയൊക്കെ മൊസാദിന്റെ ഹമാസിന്റെ കോട്ടയ്ക്കകത്ത് കയറി നിന്നെയൊക്കെ കാലുവായി തള്ളുന്നു, അല്ലാതെയും ഞാൻ തള്ളുന്നു. അപ്പൊ എന്റെ പവർ ഇസ്രായേൽ എത്രമാത്രം ഉണ്ടെന്ന് നീയൊക്കെ ചിന്തിക്കണ്ടേടാ ഊളകളെ. എടാ ചിന്തിക്കണ്ടേ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട്? അതുകൊണ്ട് മക്കളെ സ്ഥലംകാലിയാക്ക്, ഓട് മക്കളെ, ഓട് ഓട്. കേട്ടോ, ഞാനൊന്ന് പാട്ട് കേൾപ്പിക്കാമെന്ന് വിചാരിച്ച. റീന ജോസ്, വൈ യു ആർ റെസ്പോണ്ടിങ് ലൈക്ക് ലീവ് ദം ബിഹൈൻഡ് പ്ലീസ്. അയ്യോ, എനിക്കങ്ങനെ ലീവ് ചെയ്യാൻ പറ്റില്ല റീന, പ്ലീസ്. എന്റെ പേരിട്ടിട്ട് എനിക്ക് അപമാനമായിട്ട് കമന്റ് ഇട്ട് തള്ളി മറക്കല്ലേ ലീവ് ചെയ്ത്. എന്റെ പേരും വിടുമ്പോൾ എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ റീന? ഇങ്ങനെ പേടിച്ചൂറിയെ പോലെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? അതുകൊണ്ട് റീന ജോസിന് തന്റെ ഇടക്കുറവുള്ളത് കൊണ്ടാണോ റീന ജോസ് ഇങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ ഫ്രാൻസിസാ, അപ്പോൾ എൻ്റെ അപ്പന് കുറച്ച് തന്റെ ഇടം കൂടുതലാ. മനസ്സിലായി? യഹൂദന്റെ വംശത്തിൽപ്പെട്ടതാ എൻ്റെ അപ്പൻ. അതുകൊണ്ട് അതിന്റെ ഒരു ഗുണം എനിക്കുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ലീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഊളകളെ ഞാൻ കാലേവാരി അടിക്കുമെന്ന് വെച്ചാൽ അടിക്കും. എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ ഇസ്രായേലിനെ ചൊറിഞ്ഞ് മേടിക്കുന്നത് പോലെ മേടിക്കും. കിട്ടുന്നത് വരയ്ക്കും ഞാൻ കൊടുക്കും. അല്ലാതെ കിട്ടിയിട്ടിരുന്ന് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഞാനൊരു പാട്ട് കേൾപ്പിക്കാന്ന് വലിയ കാര്യത്തോടെ ഇരുന്നപ്പോഴാണ് ഷമീം ഷാജിക്ക് എൻ്റെ ഉമ്മേനെ ഒന്ന് ഏറിക്കയറ്റി തരുമോ എന്നൊരു മോഹം. സുഡാപ്പികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മാന്യമായിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ പിടിച്ചത്, അല്ലാതെ ലോക്കലൊന്നും അല്ല. വിക്ടർ ഷൈലോക്ക് അല്ല. പിന്നെ അവന്മാർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാന്യമായിട്ടുള്ളതല്ലേ പറഞ്ഞത്. ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ ഞാൻ കുറച്ച് മാന്യതയൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇവിടെയൊക്കെ വെച്ച് ഞാൻ ഒതുക്കുന്നത്. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. കുറച്ച് പാട്ടൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവന്മാർ സമ്മതിക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്
ഒരു ട്രെയിൻ ഇപ്പൊ പോകും. ആ ട്രെയിനിന്റെ സൗണ്ട് കാരണം ഈ പാട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ട് ഞാൻ പോയി തീരട്ടെ, കേൾപ്പിക്കാം. റീന ജോസ്, ഞാൻ സ്നേഹത്തിൽ ഞാൻ മറുപടി പറഞ്ഞു റീന ജോസിന്. കൂടുതൽ ഊള കമന്റ് ഇട്ടാൽ ഞാൻ കാലേ വാരി നിലത്തടിക്കും കേട്ടോ. സോ ദേ ആർ ഡൈവേർട്ടിങ് യു ഫ്രം ഗോഡ്. എന്നെ എന്തുവാ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാനായിട്ട്? എന്തുവാ ഞാനെന്താ കുഞ്ഞുവാവയോ? ഞാനിങ്ങനെ പറഞ്ഞ ഉടനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ? അതെവിടുത്തെ ന്യായമാണ് റീന ജോസെ? ഈ ഊള കമന്റ് ഇട്ടോണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ അതുകൊണ്ട് വല്ല പാച്ചർമാരുടെ മൂട്ടിന് താഴെ പോയിരിക്കുന്നവരും വല്ല പുരോഹിതന്റെ മൂട്ടിന് താഴെ ഇരിക്കുന്നവരും അവിടെ പോയിരുന്നോണം എന്റെ പേജിൽ വരരുത്. പറഞ്ഞ മനസ്സിലായ? തിരിച്ച് മറുപടി കൊടുത്ത ദൈവത്തിൽ നിന്നും അകന്നു പോകുമെന്ന്. ഡൈവേർട്ടിങ് ഫ്രം ഗോഡ്. ആ, ഞാൻ എൻ്റെ അപ്പൻ്റെ കൈവെള്ളയിൽ നിൽക്കുന്നവളാ. നിനക്കൊക്കെ ഉള്ളു പേടിയും. ഞാൻ വല്ലത് പറയും റീന ജോസെ. അടി പേടിച്ചിട്ട് നീ പോയാൽ നീ കരയും ഇന്ന് രാത്രി ഇരുന്ന്. നീ പിന്നെ കരച്ചിൽ നീ നിർത്തത്തില്ല. ഞാൻ അടിച്ച മനസ്സിലായോ? ഞാൻ അടിച്ച നീ താങ്ങത്തില്ല. അത്രയുള്ള താങ്ങലൊന്നും താങ്ങണേ. മര്യാദയ്ക്ക് ഈ പേജിൽ നിന്ന് ഇറങ്ങി ഓടിക്കോ നീ. ഞാൻ കൂടി പറഞ്ഞു, എന്നെ കൊണ്ട് അടി പേടിപ്പിക്കരുത് നീ. അങ്ങനെ മനസ്സിലായോ? കൂടെ കമന്റ് ഇട്ടോണ്ട് ഇങ്ങോട്ട് വരരുത്. ഓ, ദേ ആർ ഡൈവേർട്ടിങ് ഫ്രം ഗോഡെന്ന്. ആ, എന്നെ ദൈവത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എന്ത് വൃത്തികെട്ട കമന്റുകളെ ഇട്ട് വെക്കുന്ന ഈ വിവരം കെട്ട വർഗങ്ങള്. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമായിട്ടാ കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകറ്റി മാറ്റാനായിട്ട് ഞാനെന്താ മഹാപാതകം ചെയ്തോണ്ടിരിക്കുന്നു? റീന ജോസിനെ ഓ ലീവ് ദം. പൂവും കായും ചോദിക്കുന്നവനത് കൊടുത്തിട്ട് മിണ്ടാതിരിക്കുമല്ലേ? ആണോ റീന ജോസെ? അമ്മയുടെ പൂവും കായും ചോദിച്ചിട്ട് പട്ടിയെ വല്ലതും പോകിക്കാനുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഓ, തല കുനിച്ച് ഓച്ചാനിച്ച് നിന്ന് കൊടുക്കും. അങ്ങനെയാണോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ, മനസ്സിലായോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. നിന്നെയൊക്കെ നിന്റെ അമ്മയെയും നിന്റെയൊക്കെ മാനത്തിന് വില പറഞ്ഞ നീയൊക്കെ മിണ്ടാതിരുന്ന നിന്റെ മാനം കണ്ട ചെറ്റകൾക്ക് വിറ്റ് കാശ് മേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? ഉളകളെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? വിവരം കേട്ട ജന്തുക്കള് ദൈവത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്നു എന്നെ. കർത്താവ് ഒരുത്തിൻ്റെ അടുത്ത് മുമ്പിൽ കൊണ്ടുപോയി മാനം കൊണ്ട് വിറ്റ് ജീവിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ മാനത്തിന് വിലം പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നവനെ കാലേ വാരി ഞാൻ നിലത്തടിക്കും. മനസ്സിലായോ?